കുടയിൽ കുടചൂടിയാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കുടയിൽ കുടചൂടിയാണ് ദിലീപ് പുറത്തേക്ക് മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുടചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്തു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ചന്തു ചെയ്തത് വളരെ തെറ്റായി പോയി. ഒരു തേങ്ങാക്കൊലിയില്ല. ചന്തു ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാട്ടാ. അതായത് ചന്തു ചെയ്തത് മാത്രമല്ല നല്ല കാര്യം, ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോണ് വെച്ച ഒരു പ്രമുഖ ചാനൽ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് പ്രമുഖ ചാനല് ഡ്രോണ് വെച്ചിട്ട് ദിലീപിന്റെ വീട്ടിലെ സ്വകാര്യതകൾ മുഴുവൻ, അയാളുടെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, മകളുണ്ട്, എല്ലാം ഉണ്ട്. അവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ബാൽക്കണിയിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ഡോറില്ലേ അതിന്റെ ഇടക്കൂട്ടിയൊക്കെ പോയിട്ട് ദിലീപ് ഉള്ളിലുണ്ടോ എന്ന് ഡ്രോൺ പറത്തി നോക്കിയ ഒരു ചാനലിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ ചാനലിന് എല്ലാവരും കൂടി നല്ലോണം കൈയടിച്ചിനല്ലോ. അതെന്താ മനുഷ്യലംഘനമല്ലേ? അതെന്താ നിയമലംഘനമല്ലേ? അതിനാർക്കും പ്രതികരിക്കൊന്നും വേണ്ടേ? ഒരുത്തന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വകാര്യ ദൃശ്യങ്ങളടക്കം പകർത്തിയിട്ട് വരികയും അത് ചാനലിലിട്ടിട്ട് എന്തോ ഒരു വലിയ ഒരു പ്രശ്നം. അതായത് ദിലീപ് കുറ്റം ചെയ്തു എന്ന് കരുതുക. അയാളുടെ വീട്ടുകാർ ചെയ്തിട്ടുണ്ടോ കുറ്റം? അയാളുടെ ഭാര്യ ചെയ്തിട്ടുണ്ടോ? അയാളുടെ പിന്നെ എന്താണ്ട് അനുജന്റെ ഭാര്യ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ അമ്മ ചെയ്തിട്ടുണ്ടോ? മകള് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നിട്ട് എന്തിനാണ് വെറുതെ കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ ചാനലുകാർ കൊണ്ടുപോയിട്ട് ക്യാമറ വെച്ചത്? അപ്പോഴത് നല്ല കാര്യം. കാരണം എന്താ? അത് ദിലീപ് അല്ലേ? ദിലീപ് ആയതുകൊണ്ട് നമുക്ക് നല്ല കാര്യം. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ആരും വാങ്ങുന്നെങ്കിൽ അത് നല്ല ഭയങ്കരം. ഇതുപോലെ തന്നെയല്ലേ ഒരിക്കൽ പിണറായി വിജയൻ സഖാവ് ഇതാ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങേര് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ദിലീപിന്റെ വീട്ടിൽ ക്യാമറ വെച്ചപ്പോഴും നോക്ക്. മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുടചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. കണ്ടോ ആവേശം? കണ്ടോ നിങ്ങൾ? ഇതാണ് പറയുന്നത്. അതായത് ഇവരെന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് മൊബൈൽ ക്യാമറക്കാർ മാത്രമല്ല, ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ വരെയുണ്ട്. അല്ലാതെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്യാമറക്കാർ മാത്രമൊന്നല്ല. അവിടെ വരുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയും കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്. അതായത് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സ്റ്റാറുകളുടെ ഫോട്ടോ എടുക്കുക അതെന്ന് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സലീം കുമാർ മരിച്ചതിനോ സലീം കുമാറിനുള്ള ദുഃഖാചരണോ ഇതൊന്നുമില്ല. അതായത് സലീം കുമാർ എന്ന് പറയുന്നത് ഒരു സിനിമാ താരം മാത്രമാണ്. അവർക്ക് അവിടെ പോയിരിക്കുന്നത് ആ അമ്മയ്ക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കൾക്കും മാത്രമാണ്. അല്ലാതെ വേറെ ഇന്നലെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സിനിമാ താരങ്ങൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു ചുക്കും സംഭവിച്ചിട്ടുമില്ല. സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ സാധാരണ മരിക്കുന്ന ഒരു വ്യക്തി മാത്രം. അല്ലാതെ ഇവർക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുഃഖഭാരത്തോട് കൂടിയിട്ടൊന്നുമല്ല അവിടെ പോയത്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ നടൻ അവിടെ നിന്ന് പൊട്ടി കരയുന്നത് കണ്ടു. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ അഭിനയം തന്നെയാണ്. അല്ലാതെ അവനൊന്നും പൊട്ടിക്കരയുന്നൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ എന്ന് പറഞ്ഞ ഒരു അഭിനയം, ആൾക്കാരെ കാണിക്കാനും ഞാൻ വലിയ ഇതാണെന്ന് സംഭവം ഇതൊക്കെ കാണിക്കാനൊക്കെ ഒരു അഭിനയമാണ് ഇവന്മാരൊക്കെ അവിടെ കാഴ്ചവെച്ചത്. അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തൊക്കെ സംഭവങ്ങളാണ് കാണുന്നില്ലേ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നത്. അവിടെ വന്ന എല്ലാവരും ഇന്നലെ ആ ഒരു മക്കൾ ഇങ്ങനെ കരയുമ്പോഴേ അവിടെ കുറെ വന്ന സിനിമാ താരങ്ങളായാലും മറ്റുള്ളവരായാലും അവരെ ചിരിച്ചുല്ലസിച്ചിട്ട് തന്നെയാണ് വന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റി. അതൊന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് മീഡിയക്കാർ കാണും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് മീഡിയക്കാരുടെ മുന്നിലൂടെ ഒന്നും ഞെളിഞ്ഞ് നടക്കാം. മീഡിയ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പല ആൾക്കാരും വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സലീം കുമാറിനോടുള്ള സ്നേഹം കൊണ്ട് ഒന്നുമല്ല. ഇന്നലെ അവിടെ പല ആൾക്കാരും വന്നത് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആക്കി ഇടാനുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ പല നടന്മാരെയും ഇന്നലെ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെയാണ് പല ആൾക്കാരും വരുന്നത്. എന്തിനധികം പറയുന്നത്, ഇപ്പൊ മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോൾ പല ആൾക്കാരും തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. എന്തിനാണ്? അവിടെ ഒരുപാട് നടന്മാർ വരുന്നറിയാം. അവരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അസുലഭ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ
മുഴുവൻ വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു വലിയ ദുഃഖമോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് എല്ലാവരും വരുന്നത് സലീം കുമാറിനെ കാണാനാണ് അല്ലെങ്കിൽ മരിച്ചവരെ കാണാനാണ് എന്നുള്ള ധാരണ നിങ്ങൾ ആദ്യം മാറ്റണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അതിലൂടെ അവരുടെ ഒരു ജോലി, അവരുടെ വരുമാനം, അവരുടെ പൈസ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തം പോയിട്ട് മൊബൈൽ എടുക്കുമ്പോൾ എന്തോ പ്രശ്നം പറ്റി, ചന്തു അവിടെ നിന്നും ചൂടായി, മൊത്തത്തിലുള്ള എല്ലാവരെയും അങ്ങ് ഓടിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. കാരണം എന്താ, അതായത് ആ ഒരു ചാനലിൽ വന്ന വാർത്തകൾ തന്നെയല്ലടോ നമ്മൾ വായിക്കുന്നത്, ആ ഒരു ചാനലിൽ വന്ന വാർത്തകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഓൺലൈൻ ചാനലുകൾ അങ്ങനെ നടത്തി. ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല, ഈ ഓൺലൈൻ ചാനലുകളെ നശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെയും കൂടി കടമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെക്കാട്ടിയും ഫാസ്റ്റായിട്ടാണ് വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരല്ലെങ്കിൽ ഒരുപാട് പേരെ വെച്ച് ചെയ്യുന്ന പരിപാടി ഇന്നലെ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ലോകം തെച്ചും ഓരോരുത്തന്മാർ കാണിക്കുമ്പോഴേ അവർക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേദനയുണ്ടാകും. അവർക്ക് അവിടെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഇടിയുന്നുണ്ട്. അവർക്ക് പരസ്യം കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാരെ മുഴുവൻ തകർക്കുക. അതിനു വേണ്ടിയിട്ട് ഇവന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴിയാണ്. ഇന്നലെ മുഴുവൻ പ്രശ്നം നടത്തിയത് ഓൺലൈൻ മാധ്യമങ്ങളാണ്, ഒരു പുണ്ണാക്കുമല്ല. ഇന്നലെ അവിടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങളും നടത്തിയത് നമ്മുടെ എല്ലാം കൈവിരൽ എണ്ണീട്ട്, അതായത് ഒരു 10ഓ 20ഓ ചാനലുകളുടെ ഇവിടെ ആ ചാനലുകാർ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ 2-3 ആൾക്കാരെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഞാൻ ഒരു പ്രമുഖ ചാനലിന്റെ 4 റിപ്പോർട്ടർമാരെയാണ് ആ ഒരു വീട്ടിൽ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ആൾക്കാർ 4 ഇതാളെ വെച്ചാക്കോ 10-40 ചാനലായില്ലേ. അങ്ങനെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. ഇവര് തമ്മിലാണ് ശരിക്കും കിടപിടിക്കുന്ന മത്സരങ്ങൾ. അതായത് അവിടെയുള്ള 2 ചാനലുകൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലും 24 ചാനലൊക്കെ ഭയങ്കര മത്സരമാണ്. ആ മത്സരത്തിന്റെ ഇടയിലും പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഓൺലൈൻ ചാനൽ ഇല്ലാതാകണം. ഓൺലൈൻ ചാനലുകൾ ആരും ഇനി അങ്ങോട്ട് കയറാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രമായിരിക്കണം ആ ചടങ്ങിന് സാക്ഷി, വേറെ ആരും വരാൻ പാടില്ല എന്നുള്ള ഒരു ഹീഡൻ അജണ്ട ഇവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ചന്തു സലീം കുമാർ ഇന്നലെ ചെയ്തത് വളരെ ശരിയാണ്. അയാളുടെ അച്ഛൻ്റെ ശവദാഹ ഇതാണ് അവിടെ നടക്കുന്നത്. ആ ഒരു പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുന്ന ആൾക്കാർ ആരായി കഴിഞ്ഞാലും അയാൾ ആട്ടി ഓടിച്ചത് ശരി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള അജണ്ടകൾ ഇങ്ങനെയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവരൊക്കെ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലാതെ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് സലീം കുമാറിനുള്ള സ്നേഹബന്ധം കൊണ്ടോ ഇതൊന്നുമല്ല. ഒരു നോക്ക് കാണുക പോവുക അത് മാത്രമാണ്. പക്ഷെ അതിലുപരി അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടന്മാരെ നമുക്ക് ആ ഒരു ദിവസം കാണാം. അങ്ങനെ അവരുടെയൊക്കെ ആ ഒരു ഇത് കാണാം. പിന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമാ താരങ്ങൾ അടക്കം രാഷ്ട്രീയക്കാരൊക്കെ അവിടെ വന്നിട്ട് ചിരിച്ച് ഉല്ലസിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോയ പോലെയാണ് അങ്ങോട്ട് വരുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് കല്യാണത്തിന് പോകുമ്പോൾ വരെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടൂല. അങ്ങനെയാണ് ഓരോ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി വരുന്നതും പോകുന്നതും കണ്ടത്. ഇതൊന്നും സലീം കുമാറിനോട് സ്നേഹം കൊണ്ടോ ഒരു ഇതുമല്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ആ ക്യാമറയുടെ മുന്നിൽ ഒന്ന് കാണുക, അല്ലെങ്കിൽ ആ ക്യാമറയുടെ മുന്നിൽ മാധ്യമത്തിന്റെ മുന്നിൽ ഒന്ന് കാണുക, ഞാൻ വന്നിനി എന്ന് അറിയിക്കുക, 4 ആൾ കാണുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് കരിഞ്ഞു കളയാം, അത് ചെയ്യുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല അവിടെ ഇപ്പോൾ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രമാണ്. വേറെ ഒരാൾക്ക് പോലും 5 പൈസയും നഷ്ടവുമില്ല, അതുപോലെ തന്നെ ഒരു നഷ്ടവും ഇല്ല. അല്ലാതെ ഇവരൊന്നും എന്ന് പറഞ്ഞാൽ സലീം കുമാർ വലിയ നഷ്ടമാണ് ഇതാണ്. സലീം കുമാറിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ ആൾക്കാർ വരെ ഇന്നലെ അവിടെ വന്നിട്ടുണ്ട്. സലീം കുമാറിനെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയുന്നവരെ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും തന്നെ സലീം കുമാറിനോട് ഇഷ്ടമൊന്നല്ല. സലീം കുമാറിനോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇതിനു മുമ്പേ പോയിക്കൂടെ? അതാണ് ഞാൻ പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞ് ഇന്നലെ മീഡിയക്കാരുടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം കളിച്ചൊരു കളി മാത്രമാണ്. അതിൽ ചന്തു ബലിയാടായി എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.